കാട്ടാനകൾ ഗ്രാമം കീഴടക്കിയപ്പോൾ 14 കുടുംബങ്ങൾ രാജഗിരി വിട്ടു. പക്ഷേ ഭീതിക്കും കാടിനും നടുവിൽ ഇന്നും ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് കാണിക്കാരൻ ചന്തു. രാത്രി വീണാൽ രാജഗിരിയിൽ ആദ്യം കേൾക്കുന്നത് കാട്ടാനയുടെ ചിഹ്നം വിളിയാണ്. പിന്നീട് ഭയം, നിശബ്ദത, ഒറ്റപ്പെടൽ. ഒരിക്കൽ 14 കുടുംബങ്ങൾ താമസിച്ചിരുന്ന ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ഇന്ന് ആളൊഴിഞ്ഞ ഗ്രാമമായി മാറിയിരിക്കുകയാണ്. കാട്ടാന ശല്യം സഹിക്കാനാവാതെ കുടുംബങ്ങൾ ഒന്നൊന്നായി പ്രദേശം വിട്ടു. എന്നാൽ എല്ലാവരും പോയിട്ടും ഒരു മനുഷ്യൻ മാത്രം ഇന്നും അവിടെ തുടരുന്നു. കാണിക്കാരൻ ചന്തു. കർണാടക വനത്തിന്റെയും കാര്യങ്കോട് പുഴയുടെയും ഇടയിൽ കാടിന്റെ അതിരിൽ നിൽക്കുന്ന ചെറിയ വീട്ടിലാണ് 60കാരനായ ചന്തുവിന്റെ ജീവിതം. 20 സെന്റ് സ്ഥലത്തെ കൃഷിയാണ് ഏക ആശ്രയം. പക്ഷേ രാത്രിയാകുമ്പോൾ കാട്ടാനകളെത്തി കൃഷി മുഴുവൻ നശിപ്പിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. പല ദിവസങ്ങളിലും വൈദ്യുതി പോലുമില്ല. മഴയും ഇരുട്ടും കാട്ടാനയുടെ ശബ്ദവും മാത്രം കൂട്ടായി രാത്രികൾ കടന്നു പോകുന്നു. എനിക്ക് പോകാൻ മറ്റൊരിടമില്ല, അതുകൊണ്ടാണ് ഇവിടെ തന്നെ കഴിയുന്നത്. നിസ്സഹായതയോടെ ചന്തു പറയുന്നു. ഇവിടെ 10-60 കൊല്ലമായി ഞാനിവിടെ. എനിക്ക് ചെറിയ പ്രായം തൊട്ടുള്ളതാണ്, ആദ്യകാലങ്ങൾ തൊട്ട്. അന്ന് തൊട്ട് ഇവിടെ കിടക്കണം. അന്ന് തൊട്ട് ഈ ആന വരവും പോക്കൊക്കെ ഉള്ളതാണ്. ഇത്രയും വലിയ ശല്യമായിട്ട് കണ്ടില്ല. ഇപ്പം തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തിൻ്റെ അടുത്തായി ഇങ്ങനെ കണ്ടോ ആന ശല്യം തുടങ്ങിയിട്ട്. ഈ അടുത്ത കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശല്യമായിട്ട് വന്നിരിക്കുന്നത്, ഈ 1 വർഷം കൊണ്ട്. അക്കരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ 1 വർഷമായിട്ടാണ് ഇപ്പം ഈ ഏറ്റവും കൊള്ളിക്കൊല്ലം ശല്യമായിട്ട് തന്നെ. എനിക്ക് വേറെ പോകാനോ വരാനോ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഞാനും പോയാനെ. ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ള അറിയുള്ളൂ. കൃഷിയൊക്കെ അവിടെ കൃഷിയുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്. ഇതെല്ലാം ഇതിൻ്റെതുള്ളതെല്ലാം എൻ്റെ തന്നെ. അതിലെ കളഞ്ഞത് തെങ്ങെല്ലാം കളഞ്ഞു. ബാക്കി കൊടിയൊക്കെ ഇരിപ്പുണ്ട്, കവുങ്ങ്. ഇതിപ്പോ ഇന്ന് വരുവാന്നുള്ളത് അറിയത്തില്ല. 1 വർഷം മുമ്പ് ഭാര്യ മരിച്ചതോടെ ജീവിതം കൂടുതൽ ഒറ്റപ്പെട്ടു. സംസാരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ചന്തുവിന്റെ ദിനങ്ങൾ. റോഡോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരിക്കലും ലഭിക്കാത്തതും നാട്ടുകാർ പ്രദേശം വിടാൻ കാരണമായതായി പറയുന്നു. അതിൽ വൈലൈറ്റ് ഇല്ല. വൈലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതും ഇല്ലായിരുന്നു. അങ്ങനെ കറണ്ടിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറണ്ടിന് ടച്ച് വെത്താനൊന്നും ആൾക്കാർ ഇങ്ങനെ വരാറില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെ സ്വന്തമായി ചെയ്താണ് ഇപ്പോൾ ഇരിക്കുന്ന നിലവിലിരിക്കുന്ന കറണ്ടുള്ളത്. അത് അവരോട് ചെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ ആനകൾ പേടിയാന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ മുളമ്പാല് കെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടി വരും. അതിപ്പം തുടങ്ങണം. അങ്ങനെ വരുന്ന മഴക്കാലമായാലും. എന്നാലും എനിക്കിവിടെ പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു കിടക്കാനൊരു സ്ഥലം സൗകര്യം തന്നെങ്കിൽ ഒരാൾ തന്നിട്ടുണ്ട്. അവിടെ ഒരു സുരക്ഷിതമല്ല. അവിടെയാണ് ഞാൻ ഇന്നലെ പോയി കിടന്നത്, രാജഗിരി. കഴിഞ്ഞ 2 വർഷം മുമ്പ് സമീപത്ത് ഒരു യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിന് ശേഷമാണ് അവസാനമായി ബാക്കിയുണ്ടായിരുന്ന കുടുംബങ്ങളും രാജഗിരി വിട്ടത്. ഇന്ന് ആ ഗ്രാമത്തിൽ ബാക്കിയുള്ളത് ഒരു വീട്, ഒരു മനുഷ്യൻ, കാടിനോട് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു ജീവിതം മാത്രം. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.